നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ രണ്ട് ധനികർക്ക് കൈമാറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം. രണ്ട് പ്രധാനപ്പെട്ട സമ്പന്നർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ എറിഞ്ഞാലാണ് മോദിക്കും ബി ജെ പിക്കും വേദനിക്കുക എന്ന് അറിഞ്ഞു തന്നെയാണ് അവിടെ തന്നെ തുറന്നു നോക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് അവരെ നിശബ്ദരാക്കണമെങ്കിൽ അവരെ കൊല്ലേണ്ടി വരും, അല്ലാതെ ഇത്തരം ഉമ്മാക്കികളുണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അദാനിക്കെതിരെ സംസാരിക്കുന്നതിനെന്താ കുഴപ്പം? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബാംഗ്ലൂരിലെ ഒരു കോടതിയിൽ കേരളത്തിലെ ഒരു ചാനൽ പോയി കേസ് കൊടുക്കുകയും അവരെ പറ്റിയുള്ള മരമുറി ഉൾപ്പെടെയുള്ള വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടി ഒരു കോടതി വിധി വന്നു. ഏതാണ്ട് സമാനമായ കോടതി വിധിയാണിത്. ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി ഇറക്കിയിട്ടുള്ളത്. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, രവിനാരൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഇത്തരം കേസ് മുമ്പാക്കിക്കൊണ്ടൊന്നും അയാൾ പേടിക്കില്ല. കാരണം അയാൾ എന്താ ചെയ്തതിനെ കുറിച്ച് നല്ല ബോധ്യമായിക്കൊണ്ട്, ആരോടാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമായിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ത് ചെയ്യാണ്, ഒരു വർഷം തടവ് ശിക്ഷിച്ചു എന്ന് കരുതി പേടിച്ചു പോകുന്ന ആളൊന്നുമല്ല രവിനായർ. അദ്ദേഹം ഇപ്പോൾ ട്വിറ്ററിൽ എഴുതിയിട്ടുള്ളത് ഹം ദേഖെങ്കെ എന്നാണ്. അത്രയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, അദാനിയെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ അലിഗേഷൻസ് അല്ല, ഫാക്റ്റ് വെച്ച് അദ്ദേഹം ചെയ്ത റിപ്പോർട്ടുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ പൊതുമേഖല എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഈ റിപ്പോർട്ടുകളിലൂടെ കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിലെ കൽക്കരി ഇറക്കുമതി അദാനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൽക്കരി ഇറക്കുമതി എന്ന് പറഞ്ഞാൽ, ഇന്തോനേഷ്യയിലെ കൽക്കരി പാടത്തിൽ നിന്ന് അദാനി കൽക്കരി വാങ്ങുന്നു. ഈ കൽക്കരി ആദ്യം അയക്കുന്നത് ദുബായിലേക്കാണ്. അപ്പോൾ ആദ്യം പോകുന്ന ഇതെന്താണ്, ഇൻവോയ്സ് പോകുന്നത് ദുബായിക്കാണ്. ഇനി ദുബായിൽ നിന്നാണ് അവർ മറ്റൊരു ഇൻവോയ്സ് തയ്യാറാക്കുന്നത്. ആ ഇൻവോയ്സ് ഇന്ത്യയിലേക്കുള്ള ഈ ഷിപ്മെൻറ്റിന് വേണ്ടി ആ ഇൻവോയ്സ് അയക്കുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യം കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ. വെറുതെ കൽക്കരി ഇറക്കുമതി മാത്രമല്ല ഇത് നടക്കുന്നത്. ഒന്ന്, കൽക്കരിയുടെ വിലയിൽ തട്ടിപ്പ് നടത്തുന്നു, മറ്റൊന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്നു ദുബായ് കേന്ദ്രീകരിച്ച് എന്നാണ് ഒരു റിപ്പോർട്ട്. രവിനായരുടെ പുറത്തു വന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള റിപ്പോർട്ട് അതാണ്. ഭാഗ്യവശാൽ ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നത്, ഈ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് ദുബായിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നു. കാരണം അയാൾ മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് ഒരു ചെറിയ സംശയം തോന്നി കോപ്പി എടുത്ത് വെച്ച കുറേ ഡോക്യുമെൻറ്റ്സാണ്. അയാളുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം അത്ര രഹസ്യാത്മകമാണ്. ഈ ഡോക്യുമെൻറ്റുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് കുറച്ച് പണം ഈ ദുബായിലെ ബാങ്കിൻ്റെ ശാഖയിലേക്ക് വരുന്നു. അദാനിയുടെ കമ്പനിയുടെ തന്നെ പണം വരുന്നു. ഉടൻ തന്നെ, അന്ന് തന്നെ, വളരെ പെട്ടെന്ന്, അസ്വാഭാവികമായ വേഗതയിൽ അത് സീഷെൽസിലേക്കുള്ള ഒരു ബാങ്കിലേക്ക് മാറും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോക്സി കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള കൃത്യമായ രേഖയാണ്, അതും കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ്. അത്തരം വിവരങ്ങൾ അൺഎർത്ത് ചെയ്ത് പുറത്തുകൊണ്ടെന്നാണ് രവിനായർ.